നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന ഹർജിയിൽ കേരള സർക്കാരിനെതിരെ ഗുരുതര പരാമർശം. അധിക കടമെടുപ്പിന് അവകാശമുണ്ടെന്ന് തെളിയിക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചില്ല. സംസ്ഥാനത്തിന്റെ ധനവകുപ്പിലെ വീഴ്ചകൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഉന്നയിച്ച വാദങ്ങൾ ശരിയെന്ന് കോടതി നിരീക്ഷിച്ചു. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. കേരളം കള്ളക്കണക്ക് നിരത്തുന്നുവോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നവർ BJP പ്രതിനിധി പ്രിന്റു മഹാദേവ്, കോൺഗ്രസിന്റെ പ്രതിനിധിയായി പ്രൊഫസർ റോണി കെ ബേബി, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ കൃഷ്ണകുമാർ. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഗുരുതര പരാമർശങ്ങളാണ് സുപ്രീം കോടതി കേരളത്തിനെതിരെ നടത്തിയിരിക്കുന്നത്. കടമെടുപ്പ് പരിധി ഉത്തരവിൽ ആണ് ഈ പരാമർശങ്ങളൊക്കെ വരുന്നത്. അതുമാത്രമല്ല, കേരളത്തിൻ്റെ ധനവിനിയോഗത്തിലെ വീഴ്ചകൾ തന്നെയാണ് എടുത്തുകാട്ടുന്നത്. കേന്ദ്രവാദങ്ങളെല്ലാം ശരി എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇവിടെ കേരളം മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നാടകം കളിക്കലായിരുന്നു ഇത്രയും നാൾ ഈ പൊതുജനങ്ങൾക്ക് മുൻപാകെ നിരത്തിയ കള്ളക്കണക്കുകൾ വെച്ച്. ഇന്ത്യ ഒരു ഫെഡറൽ വ്യവസ്ഥിതി നിലവിലുള്ള രാജ്യമാണ്. അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും അത് തമ്മിൽ അധികാര വിഭജനവും എല്ലാമുള്ള ഒരു രാഷ്ട്രീയ ഘടനാ സംവിധാനം. ഇവിടെ സ്വാഭാവികമായും ഫിസ്ക്കൽ ഫെഡറലിസം എന്നൊരു കാര്യം വരും. കാരണം രാജ്യത്തിൻ്റെ വരവ് അത് വീതിച്ചു പോകും. അതുമാത്രമല്ല, സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കടമെടുക്കാനുള്ള അവകാശവുമുണ്ട്. അത് മൂന്ന് രീതിയിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനങ്ങൾ കണ്ടെത്താം. ഒന്ന്, തനത് വരുമാനം. രണ്ട്, കടമെടുപ്പിലൂടെയുള്ള വരുമാനം. പിന്നീട് കേന്ദ്ര വിഹിതം. ഇവിടെ രണ്ടാമതേയും മൂന്നാമതേയും പറഞ്ഞ കടമെടുപ്പിലൂടെയുള്ള വരുമാനവും അല്ലെങ്കിൽ ധനാഗമ മാർഗവും അതുപോലെ കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നതിലും കടുത്ത അസംതൃപ്തി കുറെ കാലമായി കേരളം പ്രകടിപ്പിക്കുന്നു. അത് കേരളത്തിൻ്റെ തനത് കെടുകാര്യസ്ഥത മൂലം ആണ് സംഭവിക്കുന്നത്. ഫിസ്ക്കൽ മാനേജ്മെൻറ്റിലെ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ കെടുകാര്യസ്ഥത മൂലമാണ് സംഭവിക്കുന്നത് എന്ന വാദഗതിയാണ് കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോഴിതാ രണ്ട് കാര്യങ്ങളിൽ കേരളം സുപ്രീം കോടതി സമീപിക്കേണ്ട കാര്യം വന്നിരിക്കുന്നു. ഒന്ന്, കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട്. അത് കേരളത്തിന് ജനസംഖ്യാ വർധന നിയന്ത്രിക്കാൻ, ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിന് സ്വാഭാവികമായി ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല എന്ന ഒരു പരാതി ഒരു പൊളിറ്റിക്കൽ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ലീഗൽ ബാറ്റിൽ കം പൊളിറ്റിക്കൽ ബാറ്റിൽ. അതാണ് ഒരു നറേറ്റീവ്. രണ്ടാമത്, ഇപ്പോഴിതാ വന്നിരിക്കുന്നു, കേരളം പറയുന്നു ഞങ്ങൾക്ക് കടമെടുപ്പ് പരിധി എന്നത് ആർട്ടിക്കിൾ 293 ഇന്ത്യൻ ഭരണഘടനയുടെ 293 അനുച്ഛേദം ഉറപ്പ് നൽകുന്ന സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനുള്ള അവകാശം, അതിന്മേൽ ആത്യന്തിക തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നിയമസഭയാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതിന്മേൽ കേന്ദ്രം കത്തിവച്ചിരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഹർജി വരികയും ഡിവിഷൻ ബെഞ്ച് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്, 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് അത് റെഫർ ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ചെയ്തപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണം ആണ് ഇവിടെ വളരെ പ്രസക്തം. കാരണം ഏറെക്കാലമായി കെടുകാര്യസ്ഥത മൂലം കേരളത്തിൻ്റെ ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് ആകെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. 293 പരിധിയിൽ ഒരു ക്ലോസ് പറഞ്ഞു. 293 ഒന്നാമത്തെ ക്ലോസ് പറയുന്നു സംസ്ഥാന സർക്കാരിന് കടമെടുപ്പ് പരിധി നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത് 293 ക്ലോസ് ഇയുമായി ചേർത്ത് വായിക്കണം. മുൻ വർഷങ്ങളിൽ കടമെടുപ്പിൽ അപാകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കടം തിരിച്ചടവിൽ അല്ലെങ്കിൽ ആ ലിമിറ്റ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചടവിനുള്ള ത്രാണിയില്ല എന്ന് കേന്ദ്രത്തിന് തോന്നുകയാണെങ്കിൽ ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം എന്ന ക്ലോസ് കൂടി ചേർത്ത് വേണം വായിക്കാൻ. അതുകൊണ്ട് ആർട്ടിക്കിൾ 293 സംബന്ധിക്കുന്ന ദുരൂഹതകൾ ദൂരീകരിക്കാൻ വേണ്ടി ഇപ്പോഴിതാ സുപ്രീം കോടതിയുടെ 2 അംഗ ഡിവിഷൻ ബെഞ്ച് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് ഈ കാര്യം റെഫർ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി രോഹിണി എന്നോട് ചോദിച്ച ചോദ്യം, എന്താണ് ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം? ഇത് തീർച്ചയായും ഇതൊരു നിയമപ്രശ്നം മാത്രമല്ല. ഇതിപ്പോൾ നിയമ പോരാട്ടമായി കേരള സംസ്ഥാന സർക്കാർ ഇത് കൊണ്ടുവരുന്നത്
ഒരു പരിധിവരെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രസ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രോഗ്രസ് ഷീറ്റ് കാണിച്ചുകൊണ്ടാണ് പോസിറ്റീവ്ലി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. ഈ പ്രോഗ്രസ് കാർഡിൽ കാണിക്കാൻ കാര്യമായി ഒന്നുമില്ലാതെ വരുമ്പോൾ ചെയ്യാനൊക്കുന്നത് എന്താണ്? അത് കുറ്റം മറ്റാരുടെയെങ്കിലും മേൽ ചാരുക. എപ്പോഴും ഏറ്റവും എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമാണ് കേന്ദ്ര വിരുദ്ധത. കേന്ദ്രം ഞങ്ങളെ വല്ലാതെ സാമ്പത്തികമായി ഞെരുക്കുന്നു, നമ്മുടെ അവകാശമാണ് കടമെടുക്കുക, ആ കടമെടുത്തതെല്ലാം നമ്മൾ തിരിച്ചടയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ കിഫ്ബി ബോണ്ട് വഴി നമ്മൾ കടമെടുത്തു, ഏറെ കടമെടുത്തു. 8.5% ആഭ്യന്തര വിപണിയിൽ പലിശ ഉണ്ടായിരുന്ന സമയത്ത് 9.3% വിദേശത്തു നിന്നും വിദേശ നാണ്യത്തിൽ നമ്മൾ കിഫ്ബി ബോണ്ടുകൾ സമാഹരിച്ചു. അതിന് വലിയ ഭീമമായ ഒരു ബാധ്യതയാണ് നമുക്ക് പലിശ ഇനത്തിൽ വന്നത് എന്നത് വിസ്മരിക്കാനാവില്ല. അതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും മുൻകാലങ്ങളിൽ പരിധിയില്ലാതെ കടമെടുത്തതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ന്യായമായ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു പരിധിവരെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ മാനേജ്മെന്റ് ശരിയല്ല എങ്കിൽ അത് കേന്ദ്രത്തിന് അത് നിർദ്ദേശം കൊടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശമില്ല എന്ന് സ്ഥാപിക്കാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംവിധായകരുടെ മുമ്പിൽ മുൻകൂർ ജാമ്യമെടുക്കാനുള്ള ഒരു നാടകമായി മാത്രമേ അതിനെ ഇപ്പോൾ കാണാനാവൂ. അതെ, ശ്രീ പ്രിന്റു മഹാദേവ്, വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട്. സാധാരണക്കാരന് നൽകേണ്ടുന്ന ക്ഷേമ പെൻഷനുകൾ, സപ്ലൈകോ സാധനങ്ങൾ, ഇങ്ങനെ തുടങ്ങി ശമ്പളം, DA, ടീച്ചർമാരുടെ അലവൻസുകൾ, എന്തിന് ഉച്ചക്കഞ്ഞി വിതരണം പോലും തകിടം മറിഞ്ഞ് താറുമാറായി നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് പിന്നീട് LDF സർക്കാർ പറഞ്ഞ ഓരോ വാക്കുകളും കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നതായിരുന്നു. തങ്ങൾക്ക് അവകാശപ്പെട്ട തുക നൽകുന്നില്ല എന്നുള്ള വാദങ്ങൾ മാത്രം നിരത്തിക്കൊണ്ട് ഇത്രയും നാളും തടി തപ്പുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഓരോ പ്രാവശ്യവും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കണക്കുകൾ നിരത്തി അക്കമിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, കേരളത്തിന് അവകാശപ്പെട്ട തുക കേന്ദ്രം നൽകിയിട്ടുണ്ട്. ധനകാര്യ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് കേരളത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് നയിച്ചത് എന്നുള്ളത് കൃത്യമായി തന്നെ നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ അവകാശവാദങ്ങളൊന്നും തന്നെ ബോധ്യപ്പെടുത്താനായിട്ടില്ല. 10,722 കോടിയുടെ അവകാശവാദം ഉന്നയിച്ചത് ബോധ്യപ്പെടുത്താനായിട്ടില്ല. കേരളം കേന്ദ്രത്തിനെതിരെ പറഞ്ഞതെല്ലാം തെറ്റ്, കേന്ദ്രവാദങ്ങളൊക്കെ ശരി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും രോഹിണി, സത്യത്തിൽ ഇന്നത്തെ കോടതിയുടെ പരാമർശം പിണറായി വിജയൻ സർക്കാരിൻ്റെ മുഖത്ത് ഏറ്റിട്ടുള്ള വലിയൊരു പ്രഹരമാണ്. നമുക്കറിയാം, കുറച്ച് മാസങ്ങളായിട്ട് ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന വലിയൊരു പൊയ്ക്കണക്കിൻ്റെ കഥ കൂടി ഇന്ന് അഴിഞ്ഞു വീഴുകയാണ്. ഇവർ പറഞ്ഞിരുന്നു 50,000 കോടിയായിരുന്നു, പിന്നെ അവസാനം 25,000 കോടിയുടെ വാദവുമായിട്ടാണ് കോടതിയെ സമീപിച്ചത്. കോടതി ഈ കേസ് ആദ്യമായിട്ട് കോടതി സമീപിച്ച സമയത്ത് തന്നെ കോടതി പറഞ്ഞിരുന്നു, ഇത് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നയപരമായി കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കണക്കാക്കിക്കൊണ്ട് ചർച്ച ചെയ്തത് പരിഹരിക്കണം. ആ ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് കേന്ദ്രം അന്ന് പറഞ്ഞു 13,608 കോടി രൂപ തരാൻ അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതോടൊപ്പം ഊർജ്ജ മേഖലയിൽ 5,000 കോടി. അപ്പോൾ കേരളത്തിൻ്റെ ഒരു താൽക്കാലിക പ്രതിസന്ധി ഒരു 18,000 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ തീരും. പക്ഷേ ഇവിടെ ധാർഷ്ട്യം കാണിക്കുകയായിരുന്നു. ആ ധാർഷ്ട്യം എന്ന് പറയുന്നത് ഞങ്ങൾ അതിന് ഒരുക്കമല്ല എന്ന് പറഞ്ഞ് വീണ്ടും കോടതിയെ സമീപിക്കുന്നു. കോടതി വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ പണം കൈപ്പറ്റാൻ തയ്യാറാണോ? സ്വാഭാവികമായിട്ട് ആ സമയത്ത് അവരുടെ എല്ലാ വാദമുഖങ്ങളെയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പണം കൈപ്പറ്റാം. അങ്ങനെയാണ് 13,608 കോടി രൂപ അനുവദിച്ച് കിട്ടുന്നത്. അത് അനുവദിച്ച് കിട്ടിയ സമയത്ത് തന്നെ ഇവർ നടത്തിയിട്ടുള്ള കുപ്രചരണങ്ങൾക്ക് നമുക്കറിയാം. അതിനുശേഷം വീണ്ടും ഇവർ 10,072 കോടി രൂപ ഞങ്ങൾക്ക് വേണമെന്ന് അടിയന്തരമായിട്ട് കോടതിയെ സമീപിക്കുകയാണ്. ആ സമയത്താണ് കൃത്യമായിട്ട് കോടതി പരിശോധിക്കുമല്ലോ. നമുക്കറിയാം, ഇന്ത്യ ലോകത്തിലെ ഒരു 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു ധനകാര്യ മാനേജ്മെന്റ് ഉണ്ട്. ഒരു ധനകാര്യ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ബാധ്യതയെ കുറച്ചു കൊണ്ടുവന്നുകൊണ്ട് സാമ്പത്തിക സുരക്ഷിതത്വം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാരിൻ്റെത്. സ്വാഭാവികമായിട്ട് ചില സംസ്ഥാനങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, പ്രത്യേകിച്ച് തമിഴ്നാട്, ബംഗാൾ, അതിൽ കേരളം. ഈ കേരളം തന്നെ 2016 കേരളത്തിൻ്റെ കടം എന്ന് പറയുന്നത് നമുക്കറിയാം 1.6 ലക്ഷം കോടി രൂപയാണ്. വീണ്ടും പിണറായി വിജയൻ്റെ 7 വർഷമാകുന്ന സമയത്ത് ലേറ്റസ്റ്റായി എടുത്ത 13,000 കോടി അടക്കം കേരളത്തിൻ്റെ കടം എന്ന് പറയുന്നത് 4,40,000 കോടി രൂപയാണ്. നമ്മൾ മനസ്സിലാക്കണം, അതായത് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് 1.72 ലക്ഷം ബാധ്യതയിലേക്ക് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ സർക്കാരും നമ്മളെ തള്ളിവിടുകയാണ്. ഈ ഒരു കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തിക്കൊണ്ട് പറയുകയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും അനുസരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളത് കൃത്യമായി കോടതി പറയുകയാണ്. അതിനർത്ഥം കേന്ദ്ര സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായി കോടതിക്ക് ബോധ്യം
ബോധ്യം വന്നിട്ടുണ്ട്. ആ ബോധ്യത്തെയാണ് കൃത്യമായി ഇന്ന് കോടതി കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഈ കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം വളരെയധികം സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ ഈ നിയമസഭയ്ക്കും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ആ ശ്രമങ്ങൾ ഇവിടെ ഇന്ന് പൊളിഞ്ഞു വീണിരിക്കുകയാണ്. നമുക്കറിയാം കൃത്യമായിട്ട് യാതൊരു ധനകാര്യ മാനേജ്മെന്റും ഇല്ലാതെ നമ്മുടെ കേരളത്തിന് ഈ സാമ്പത്തിക പ്രതിസന്ധി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് നഞ്ച് മേടിക്കാൻ പണമില്ലാത്തൊരു സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം അത് ഇന്ന് കിട്ടുമോ കിട്ടിയില്ല എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നമുക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ട്രഷറിയിൽ നിയന്ത്രണം വന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായത് നമ്മൾ കണ്ടു കഴിഞ്ഞ മാസം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ നമ്മുടെ ധനകാര്യ വിദഗ്ധൻ പറഞ്ഞതുപോലെ തന്നെ ഈ കേരളത്തിനെ അധിക കടബാധ്യതയിലേക്ക് തള്ളിവിട്ടതിലെ പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് തോമസ് ഐസക്കാണ്. ആ തോമസ് ഐസക്കിനെ ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ ഈ കിഫ്ബിയുടെ ഈ മസാല ബോണ്ട് അടക്കം 80,000 കോടി രൂപയുടെ ബാധ്യതയാണ് ഇവിടെ വരുത്തി വെച്ചിട്ടുള്ളത്. അതിനകത്ത് ഇവർ ഈ പണം എന്തിനാണ് ചെലവഴിക്കുന്നത്? അങ്ങനെയുണ്ടല്ലോ, പണം മേടിക്കണം, പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലയിൽ പണം ചെലവഴിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകുന്നത് തെറ്റില്ല. ഇപ്പൊ കേന്ദ്ര സർക്കാരും കടമെടുക്കുന്നുണ്ട്. നമുക്കറിയാം നാഷണൽ ഹൈവേ അടക്കമുള്ള മേഖലയിൽ കടമെടുക്കുന്നുണ്ട്. പക്ഷെ കടമെടുത്തു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടവിനുള്ള മാനദണ്ഡം കൂടി കൃത്യമായി കണക്കാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിന്റെ ധനകാര്യ സാമ്പത്തിക മാനേജ്മെന്റിനെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ കേരളത്തിൽ എങ്ങനെയാണ്? ഇപ്പൊ കിഫ്ബിയിൽ നിന്ന് 80,000 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത് ചെലവഴിച്ചത് 32,000 കോടി രൂപയാണ്. ഈ 32,000 കോടി എവിടെയാണ് ചെലവഴിച്ചിട്ടുള്ളത്? ഇനി ഇതിന്റെ ഈ 9.75% പലിശ അടക്കം വലിയൊരു ബാധ്യതയിലേക്ക് ഈ കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനുദിനം ഈ കേരളത്തിന്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ഒരു 2 ധനകാര്യ മന്ത്രിമാർ, ധനകാര്യ വിദഗ്ധന്മാരുടെ യാതൊരുവിധ ഉപദേശങ്ങളെയോ അത് വിലക്കെടുക്കാതെ കൊണ്ടുള്ള ഈ സർക്കാർ ഒരു സാധാരണ ഒരു പാൽ സൊസൈറ്റിയെ കൊണ്ടുപോകുന്നത് പോലെ ഈ കേരളത്തിന്റെ ഭരണത്തെ കൊണ്ടുപോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളികളെയാണ് സത്യത്തിൽ ഇന്ന് സുപ്രീം കോടതി വിധിയോട് കൂടിയിട്ട് അതിന് സാധൂകരണമാണ് സുപ്രീം കോടതിയിൽ വിധി വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കടമെടുക്കുന്നത് മാത്രമല്ല, 10 വർഷം കൊണ്ട് 2,25,000 കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് കേരളത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് പദ്ധതിയുടെ വിഹിതം, നമ്മുടെ GST ടാക്സ് അടക്കം, പിന്നെ കോമ്പൻസേഷൻ അടക്കം 2,25,000 കോടി രൂപയുടെ സഹായം കിട്ടിയിട്ടുണ്ട് കേരളത്തിന്. അത് പദ്ധതി വിഹിതം അടക്കം. എന്നിട്ട് പോലും കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഇലക്ഷൻ സ്റ്റണ്ടിനെയാണ് ഈ സുപ്രീം കോടതി വിധിയിലൂടെ ഇന്നത്തെ പരാമർശത്തിലൂടെ ഒഴിഞ്ഞു വീണിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ സർക്കാരിനെ മുഖത്തടിയിട്ടുള്ള വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. ശരി, ശ്രീ റോണി കെ ബേബി, ഇവിടെ കേന്ദ്രവാദങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല, കേരളത്തിന് കടമെടുപ്പിനുള്ള അവകാശം കാണിച്ചുകൊണ്ടുള്ളത് ബോധ്യപ്പെടുത്താനായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അത് ഗുരുതരമായ വസ്തുത തന്നെയാണ്. കാരണം വാക്കാൽ മാധ്യമങ്ങൾക്ക് മുൻപാകെയോ പൊതുസമൂഹത്തിൻ്റെ മുൻപാകെയോ ധനമന്ത്രി കുറേ കണക്കുകൾ നിരത്തിയതുകൊണ്ടായില്ല. കൃത്യമായ കണക്കുകൾ കോടതിയിൽ രേഖപ്പെടുത്തിയപ്പോഴാണ് അതൊന്നും തെളിയിക്കാനായിട്ടില്ല, ബോധ്യപ്പെടുത്താനായിട്ടില്ല എന്നുള്ളത് നിയമപരമായി തന്നെ പൊതുജനങ്ങൾക്ക് മുൻപാകെ വരുന്നത്. ഒരർത്ഥത്തിൽ ഒരേ സമയം കേരളത്തിലെ പൊതുജനങ്ങളെയും പൊതുസമൂഹത്തെയും അതോടൊപ്പം നീതിന്യായ വ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് കേരള സർക്കാർ ഈ കോടതി വരെ എത്തുന്ന രീതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് തന്നെയല്ലേ പറയേണ്ടത്? കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ അതിൽ സുപ്രധാനമായിട്ടൊരു വിധി ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് ഈ സുപ്രീം കോടതി വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്നൊരു സംശയം, എന്തിനു വേണ്ടിയിട്ടാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയത്? അതാണ് ഇന്ന് ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിലെ ധനകാര്യമന്ത്രി സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം പറയുന്നത് ചരിത്രപരമായ വിധിയാണ്, കേരളത്തിന് വലിയ നേട്ടങ്ങളാണ് ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന് അനുകൂലമായി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കേരളം ഉന്നയിച്ച ഒരാവശ്യവും പരിഗണിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തുവാനോ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. കാരണം സുപ്രീം കോടതി ഇന്നത്തെ ആ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഭരണഘടനയുടെ 293 ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ഹർജി, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 293. അപ്പോൾ ആർട്ടിക്കിൾ 293മായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ കഴിഞ്ഞ 70-75 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായി ഒരു ഹർജി വന്നപ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതി എന്താ ചെയ്യുന്നത്? അത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ റിവ്യൂവിന് വേണ്ടി വിട്ടു. അതായത് ഈ ഹർജി നിയമപ്രകാരം നിലനിൽക്കുന്നതാണോ അല്ലയോ, അതാണല്ലോ ഭരണഘടനാപരമായി ബന്ധപ്പെട്ട ഏത് കേസ് സുപ്രീം കോടതിയുടെ പരിധിയിൽ വന്നാലും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നാലും
സുപ്രീം കോടതി ആദ്യം ചെയ്യുക അത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് വിടുക എന്നുള്ളതാണ്. ഭരണഘടനാ ബെഞ്ചാണ് ആ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനാ വിഷയങ്ങളെ പരിശോധിക്കുന്നത്. പക്ഷെ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഈ സുപ്രീം കോടതിയിലെ ഹർജിക്ക് പോയത്. കാരണം എന്താ? തങ്ങളുടെ വീഴ്ചകൾ മൂടിവെക്കുക. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഗുരുതര ചർച്ചയായ ആ നിമിഷം മുതൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം UDF ഇവിടെ ശക്തമായി പറയുന്ന ഒരു വാദമുണ്ട്. കേരളം ഉന്നയിക്കുന്ന വാദങ്ങളൊന്നും ശരിയല്ല. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇപ്പോൾ എന്താ? ഏതൊക്കെയാലും ഈ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ ഹർജി നൽകുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മുഴുവൻ പുറത്തു വരികയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി എന്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം. കാരണം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം എന്തായി? ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് പിണറായി വിജയൻ സർക്കാർ ഈ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം കേരള നിയമസഭ തന്നെ പാസാക്കിയ നിയമമാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. ആ ആക്ട് പ്രകാരം നമുക്കറിയാം 3% മുകളിലേക്ക് നമുക്ക് കടമെടുപ്പ് പരിധി ഉയർത്താൻ കഴിയില്ല. ഈ ഹർജിയിൽ ഇവിടെ കേരള സർക്കാർ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് 4.25%. ഈ കേരളം ആവശ്യപ്പെടുന്ന രീതിയിൽ 25,000 കോടി കൂടി കടമെടുക്കുവാൻ അനുവദിച്ചാൽ കേരളത്തിന്റെ കടമെടുപ്പ് എന്ന് പറയുന്നത് 7% ഉയരും. കേരളം മറ്റൊരു ശ്രീലങ്കയായി മാറുവാൻ ഇനി അധികം മുഹൂർത്തം അധികം സമയമൊന്നും വേണ്ട. ഈ കേരളം ആവശ്യപ്പെടുന്നത് പോലെ 25,000 കോടി രൂപ അഡീഷണൽ ആയി കടമെടുക്കുവാൻ അനുവദിച്ചാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? കാരണം നമുക്കിപ്പം തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പറഞ്ഞു, കേരളത്തിന്റെ ഇപ്പോഴത്തെ പൊതുകടം 4,28,000 കോടി. ഈ ബജറ്റിൽ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ഈ തനത് വർഷത്തെ ബജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 4,28,000 കോടിയിലേക്ക് എത്തും. ഇപ്പോൾ എന്താ? കേരളത്തിന്റെ പൊതുകടം റോക്കറ്റ് പോലെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് ഒരു മാർഗവും സ്വീകരിക്കാതെ, ഒരു നടപടിയും സ്വീകരിക്കാതെ ധൂർത്തും ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റും കെടുകാര്യസ്ഥതയും അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് എത്തി നിൽക്കുമ്പോൾ ആ യഥാർത്ഥ വസ്തുതകളൊക്കെ മൂടി വെച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഞാനിവിടെ കേന്ദ്രത്തെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. മറിച്ച് എന്താ? ഇവര് ഒരു പ്രത്യേക തരം രാഷ്ട്രീയം CPM കേരളത്തിൽ കളിക്കുകയാണ്. കാരണം ഇതിന്റെ അപകടം മനസ്സിലാക്കണം. കാരണം എന്താ? തങ്ങളുടെ ഭാഗമെല്ലാം വളരെ കൃത്യമാണ്. തങ്ങൾ ഇതിൻ്റെ അകത്ത് വെറും നിരപരാധികളാണ്, തങ്ങൾ വെറും ഇരകളാണ്. അല്ലെങ്കിൽ കാരണം തങ്ങളുടേതല്ലാത്ത കാരണത്താൽ കേരളത്തെ വലിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുകയാണ്. ഏതൊക്കെയാണ് സുപ്രീം കോടതിയിൽ പോയത് കൊണ്ട് യഥാർത്ഥ വസ്തുതകൾ എന്താണെന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇപ്പോൾ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുക. ഇപ്പം അവർ വലിയ ചരിത്ര നേട്ടം പറഞ്ഞു. പുതുതായി 13,000 കോടി 13,608 കോടി രൂപ കേരളത്തിന് അനുവദിച്ചു എന്നാ പറഞ്ഞത്. പക്ഷെ കണക്കുകൾ കൃത്യമായി പുറത്തു വന്നു. എന്താ? ഈ സാമ്പത്തിക വർഷം കേരളത്തിന് കിട്ടേണ്ടിയിരുന്നാണ് 13,608 കോടി രൂപ. ഈ CPMന്റെ ഒക്കെ ഒരു വലിയ തന്ത്രമുണ്ടല്ലോ. ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഈയിടെ ഒരു 700 കോടി രൂപ പുതുതായിട്ട് വന്നു. അപ്പോൾ CPM പറയുന്നു ഞങ്ങളുടെ പോരാട്ടം കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ പോരാടി, നെല്ല് സംഭരണ വിഷയത്തിൽ ഒന്നും തരാനില്ലായിരുന്നു എന്നാണ് കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാ 700 കോടി വന്നിരിക്കുന്നു. പക്ഷെ അതിന്റെ ആ പൊള്ളത്തരം നമ്മൾ കൃത്യമായി തന്നെ അന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. കാരണം എന്താ? കാരണം ഒരിക്കലും നെല്ല് സംഭരണത്തിൽ അഡ്വാൻസ് ആയിട്ട് പൈസ കിട്ടത്തില്ല. കേരളം ആവശ്യപ്പെട്ടത് അഡ്വാൻസ് ആയി പൈസ കിട്ടണം. പക്ഷെ താങ്ങുവില സംവിധാനം അനുസരിച്ച്, അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് സപ്ലൈകോ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവുകളും വഹിച്ചതിന് ശേഷം അതിന്റെ ബില്ലുകൾ എല്ലാം കൃത്യമായി അപ്ലോഡ് ചെയ്ത് ക്ലെയിം ചെയ്യുമ്പോഴാണ് ഫൈനൽ സെറ്റിൽമെന്റിലാണ് കേരളത്തിന് പൈസ വരുന്നത്. പക്ഷെ ഇവര് പറയുന്നത് എന്താ? പോരാടി നേടി, സുപ്രീം കോടതിയിൽ പോയി പോരാടി നേടി. അതെ, അത്തരം തെറ്റിദ്ധാരണാജനകമായ പരാമർശങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ ഈ കേരള ഹർജി പരിഗണിക്കവേ കോടതി പറഞ്ഞിരുന്നു ഏതൊക്കെ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കൂ. അന്നും പറയുകയുണ്ടായി ഇത് കേരളത്തിന്റെ പോരാട്ട വീര്യമാണ്, അതുകൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞതെന്ന്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള തുകയിൽ നിന്നൊരു വിഹിതം കൊടുക്കാൻ കോടതി പറഞ്ഞപ്പോഴും ഇത് കേരളത്തിന്റെ വിജയം. ഇങ്ങനെ ഏതു സമയവും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും താങ്കളിലേക്ക് എത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ വളരെ നിർണായകമായ ഒരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തുടർന്നെങ്കിലും ഈ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ ഈ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഒക്കെ തന്നെ എത്രത്തോളം നിർണായകമാകുമെന്നാണ് കരുതേണ്ടത്?
ഇത് സാമാന്യം നിർണായകമായ ഒരു കാര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഭരണഘടനാ വിഷയമായി ഇത് മാറിയിരിക്കുന്നു. ഇവിടെ നോക്കൂ, കേരളം സ്വയം പൊസിഷൻ ചെയ്യുന്നത് ഒരു പോരാളിയായിട്ടാണ്. പക്ഷെ വെറും കേന്ദ്രത്തിനെതിരെ അതിശക്തമായി പോരാടുന്ന, രാഷ്ട്രീയമായും നിയമപരമായും പോരാടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത നിലനിർത്താൻ വേണ്ടി, ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ കാതൽ നിലനിർത്താനായി ശക്തമായി പോരാടുന്ന ഒരു പോരാളി. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, ഇന്ത്യൻ പ്രസിഡൻറ്റിനെതിരെയും ഒരുപക്ഷെ ബില്ലുകൾ പാസ്സാക്കിയത് ഗവർണർ തടഞ്ഞു വെക്കുകയും അത് പ്രസിഡന്റിന് അയക്കുകയും പിന്നീട് പ്രസിഡന്റ് ചില ബില്ലുകൾ മാത്രം അംഗീകാരം നൽകി മറ്റു ചില ബില്ലുകൾ അംഗീകാരം നൽകാൻ വിസമ്മതിക്കുകയും ചെയ്തപ്പോൾ പ്രസിഡന്റിനെതിരെ പോലും കേസുമായി പോയ കേരളം. അപ്പോൾ ഒരു പോരാളിയുടെ പ്രതിച്ഛായയാണ് അതൊരു വശത്ത്. മറുവശത്ത് എന്താണ് യാഥാർത്ഥ്യം? ഒരു എപ്പിക്യൂരിയൻ ഫിലോസഫിയാണ് കേരളത്തിൻ്റെ സർക്കാർ ഒരു പക്ഷേ പുലർത്തുന്നത്. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മേക്ക് മെറി, ഡോണ്ട് വറി അബൌട്ട് ടുമോറോ. നാളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട, ഇന്ന് ഉള്ളത് കൊണ്ട് അടിച്ച് പൊളിച്ച് ആഘോഷമാക്കുക, ഏത് വിധേനയും കടമെടുക്കുക. ആ കടമെടുത്തതിൻ്റെ ബാധ്യത അടുത്ത തലമുറ വഹിച്ചുകൊള്ളും. ഇതാണ് പറഞ്ഞത്. നേരത്തെ ശ്രീ റോണി കെ ബേബിയും ശ്രീ പ്രിൻറ്റു മഹാദേവും ഒക്കെ സൂചിപ്പിച്ച കണക്കുകളാണ്. 1.4 ലക്ഷം കോടിയിൽ നിന്ന കടം ഇന്ന് 4.28 ലക്ഷം കോടിയിൽ നീങ്ങുകയാണ്. ഈ പറയുന്ന 25,000 കോടി കൂടി ഇപ്പോൾ കടമെടുക്കാൻ സാധിച്ചാൽ അത് കേരളത്തിൻ്റെ ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് അട്ടിമറിക്കപ്പെടുകയാണ്. 7% കടം വരികയാണ്. അതുകൊണ്ടാണ് ഈ എനിക്ക് മുമ്പ് സംസാരിച്ച പാനലിസ്റ്റുകൾ പറഞ്ഞത് ഇതൊരു ശ്രീലങ്കൻ സിറ്റുവേഷനായിട്ടോ പാകിസ്ഥാൻ സിറ്റുവേഷനായിട്ടോ മാറും എന്ന് പറയുന്നത്. അങ്ങനെ മാറുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം കേരളം ഒരു രാജ്യമല്ല. അപ്പോൾ കേരളം ഒരു ഫെഡറൽ വ്യവസ്ഥിതിയുള്ള ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനം മാത്രമാണ്. അപ്പോൾ കേരളത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഇന്ത്യ മഹാരാജ്യം നൽകുന്ന ഒരു കുഷ്യനിങ് ഇഫക്റ്റ് ഉണ്ട്, ഒരു ബഫർ ഇഫക്റ്റ് ഉണ്ട്. ആ ഇഫക്റ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസമായിരിക്കും ഈ കൈവിട്ട കളിക്ക് ബോധിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഒരു ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഇവിടെ നോക്കൂ, ഭരണഘടനാ ബെഞ്ചിൽ വിട്ടിരിക്കുന്നത് എന്താണ്? ആർട്ടിക്കിൾ 293 കുറിച്ച് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു കേസ് വരുന്നത്. അത് സംസ്ഥാനങ്ങളുടെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതും സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നൂലാമാലകൾ, അതിൻ്റെ വകുപ്പുകൾ എല്ലാം അടങ്ങുന്ന ക്ലോസാണ്, ആർട്ടിക്കിളാണ് ആ ഭരണഘടനയുടെ 293 ആർട്ടിക്കിൾ. ആ 293 ആർട്ടിക്കിളിൽ കുറച്ചുകൂടി വ്യക്തത വേണം, ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നിഗമനം കൂടെ വന്നു കഴിയുമ്പോൾ കേരളത്തിന് മറ്റൊന്നും പറയാനില്ലാതാവും. ഇനിയിപ്പോൾ സുപ്രീം കോടതി സമീപിച്ചിട്ട് കാര്യമില്ല. കാരണം ആ തീർപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ കേരളം ഉള്ളത് കൊണ്ട് മാനേജ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ വരേണ്ടത് അടുത്ത ഘട്ടമെന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങളെ എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ തന്നെ 87% പലിശ കൊടുക്കാനും പലിശ തിരിച്ചടവിന് വേണ്ടിയും ശമ്പളത്തിന് വേണ്ടിയും പെൻഷന് വേണ്ടിയും ചെലവഴിക്കുമ്പോൾ വികസനത്തിനായി, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിനായി, മറ്റ് പ്രോജക്റ്റിനായി നൽകാനാവുന്നത് എത്ര ശതമാനമാണ്? അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി കടമെടുക്കുക, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, അതുപോലെ മുൻകാലങ്ങളിൽ എടുത്ത കടങ്ങൾ, തങ്ങളുടെ സർക്കാരോ മുൻ സർക്കാരുകളോ എടുത്ത കടം തിരിച്ചടയ്ക്കുക എന്നത് മാത്രമായി പോകുമ്പോൾ എന്താണ് ഗവൺമെൻറ്റിനൊരു അജണ്ട ഇല്ലേ? ഇപ്പം സംസ്ഥാന സർക്കാരിനും ഉള്ള അജണ്ട എന്ന് പറയുന്നത് വികസന അജണ്ടയാണ് എപ്പോഴും. അത് ആര് ഭരിച്ചാലും, UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ഇനി BJP ഭരണത്തിൽ വന്നാലും ശരി, അജണ്ട എന്ന് പറയുന്നത് ശമ്പളം കൊടുക്കുക, നിത്യദാന ചെലവുകൾ എന്നത് യഥാർത്ഥത്തിൽ അതൊരു റുട്ടീൻ കാര്യം മാത്രമാണ്. അപ്പോൾ വികസന കാഴ്ചപ്പാടൊന്നുമില്ലേ? അടുത്ത തലമുറയോട് നമ്മൾ എന്താണ് പറയുക? കേരളത്തിലെ ചെറുപ്പക്കാരോട് നമ്മൾ എന്താണ് പറയുക? അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ എന്താണ്? അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവകാശപ്പെട്ടത് പോലും ഇപ്പോൾ നിത്യദാനത്തിന് വേണ്ടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യത, ഇതാണ് കേരളത്തിൽ നിന്നും വലിയ തോതിൽ യുവജനങ്ങൾ നാടുവിടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭാവിയില്ല. ഗവൺമെൻറ് മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനില്ല, ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടാൻ അധികമില്ല, അതിൽ നിന്ന് തൊഴിലവസരങ്ങൾ ലഭിക്കാനില്ല. അങ്ങനെ മെച്ചപ്പെട്ട മേച്ചിൽപ്പുറങ്ങൾ തേടി വെളിയിലേക്ക് പോകുമ്പോൾ വളരെ വലിയൊരു അന്തരാളാവസ്ഥയിലാണ്. ഇതൊരു ബ്രെയിൻ ഡ്രെയിനാണ്. കേരളത്തിൻ്റെ ഒന്നാന്തരം ഹ്യൂമൻ റിസോഴ്സിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള വികലമായ
സാമ്പത്തിക നയങ്ങൾ കാരണമാകുന്നുവെങ്കിൽ അതൊരു നിയമപരിഹാരം തന്നെയാണ് വേണ്ടത്. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന്, ഭരണഘടനാ ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായ ഒരു വിധി ഉണ്ടാവുകയും അതനുസരിക്കാൻ ഇപ്പോഴത്തെ ഗവൺമെൻറ് മാത്രമല്ല ഇനിയുള്ള കേരള സർക്കാരുകളും തയ്യാറാകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്.